നമസ്കാരം. പ്രകൃതി സ്നേഹം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രിക് ബസ് റൈഡ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇലക്ട്രിക് വാഹനങ്ങളുടെ സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ബാറ്ററി നിർമ്മാണത്തിലും വൈദ്യുതി ഉൽപ്പാദനത്തിലും വരുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകൾ മനഃപൂർവ്വം വിസ്മരിക്കപ്പെടാറാണ് പതിവ്. ശരിയാണ്, ICE വാഹനങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിലും പിന്നെ ഓരോ തവണയുള്ള ഉപയോഗത്തിലും കാർബൺ ഫുട് പ്രിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അതൊരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിലൊട്ടും പിറകിലൊന്നുമല്ല. ബാറ്ററി നിർമ്മാണത്തിലെ ഖനന വേർതിരിക്കൽ പരിപാടികൾ മുതൽ നമ്മൾ ഓരോ തവണ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അതൊരു അൺസസ്റ്റൈനബിൾ വേയിലാണ് നിർമ്മിച്ചെടുക്കപ്പെടുന്നതെങ്കിൽ അതും കാർബൺ ഫുട് പ്രിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ടിക്കറ്റിന് റേറ്റ് കുറവായതുകൊണ്ട് ഇലക്ട്രിക് ബസ് ഓപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റണ്ണിങ് കോസ്റ്റ് കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ടാക്സ് കൺസിഡറേഷൻസ് കിട്ടുന്നതുകൊണ്ട് നമ്മളൊരു EV തിരഞ്ഞെടുക്കുന്നു എന്ന് സമ്മതിച്ച പ്രശ്നം തീർന്നു. അതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ ഈ പ്രകൃതി സ്നേഹം എന്നുള്ള സംഗതി കുത്തിക്കയറ്റാതിരിക്കുക. പ്രത്യേകിച്ചും ഇത് ജൂൺ മാസമൊക്കെയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വീഡിയോയിൽ കാണുന്നത് ബംഗളൂരു ചെന്നൈയിലോട്ട് സർവീസ് നടത്തുന്ന നൂഗോയുടെ ഒരു EV ആണ്. ബംഗളൂരുവിലെ ആസാദ് കോച്ചസ് എന്നുമാണ് ഇതിൻ്റെ ബോഡി ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ ബാറ്ററി സിസ്റ്റംസൊക്കെ ഒരു ചൈനീസ് കമ്പനിയായ സ്കൈവെൽ ഓട്ടോമേഷൻസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല, നമ്മുടെ ഗ്രീൻ സെൽ മൊബിലിറ്റി ഉണ്ടല്ലോ, അതാണ് നൂഗോയുടെ യഥാർത്ഥ മുതലാളി.